അതീവ നിർണായകമായ ഒരു നാവിക ഓപ്പറേഷനായിരുന്നു. ആരും പ്രതീക്ഷിക്കാതെയാണ് മെജസ്റ്റിക് എക്സ് എന്ന ഇറാനിയൻ എണ്ണ ടാങ്കർ അമേരിക്കയുടെ പിടിയിലായത്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ അന്താരാഷ്ട്ര ജലപാതകളിലൂടെ അജ്ഞാത ലക്ഷ്യം തേടി നീങ്ങുകയായിരുന്ന മെജസ്റ്റിക് എക്സിനെ അമേരിക്കൻ പ്രതിരോധ വകുപ്പ് നടത്തിയ മിന്നൽ നീക്കത്തിലൂടെയാണ് കീഴ്പ്പെടുത്തിയത്. ഈ ദൃശ്യങ്ങൾ US പ്രതിരോധ വകുപ്പ് തന്നെയാണ് പുറത്തുവിട്ടത്. കടലിന്റെ നീലിമ കീറിമുറിച്ച് പറന്നിറങ്ങുന്ന ഹെലികോപ്റ്ററുകൾ, അതീവ പരിശീലനം നേടിയ സൈനികർ കപ്പലിന്റെ ഡെക്കിലേക്ക് കൃത്യമായി ഇറങ്ങി. ഇതിനെക്കുറിച്ച് US പ്രതിരോധ വകുപ്പ് വ്യക്തമാക്കിയത്, ഇറാന് സാമ്പത്തിക സഹായം നൽകുന്ന നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന കപ്പലുകളെ കണ്ടെത്തി പിടിച്ചെടുക്കാൻ ഞങ്ങൾ ആഗോളതലത്തിൽ നാവിക പ്രവർത്തനങ്ങൾ തുടരും. അവർ എവിടെ പ്രവർത്തിച്ചാലും ഞങ്ങളുടെ നടപടികൾ ഉണ്ടാകും. ഇതാണ് അവർ പറഞ്ഞത്. ചുരുക്കത്തിൽ, നിയമലംഘനം നടത്തുന്നവരെ കടലിന്റെ ഏത് കോണിൽ നിന്നും പിടികൂടുമെന്നൊരു മുന്നറിയിപ്പായിരുന്നു ഇത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ 3 ചരക്ക് കപ്പലുകളെ ആക്രമിക്കുകയും 2 എണ്ണം പിടിച്ചെടുക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് അമേരിക്കയുടെ ഈ പ്രതികാരം എന്നതും ശ്രദ്ധേയമാണ്. ഒരു ഭാഗത്ത് ഇറാൻ നീക്കം, മറുഭാഗത്ത് അമേരിക്കയുടെ തിരിച്ചടി. ഇന്ത്യൻ മഹാസമുദ്രം ഒരു ചൂടുള്ള പോർക്കളമായി മാറുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കപ്പൽ ട്രാക്കിംഗ് വിവരങ്ങൾ അനുസരിച്ച് ശ്രീലങ്കയ്ക്കും ഇന്തോനേഷ്യയ്ക്കും ഇടയിലുള്ള കപ്പൽ മേഖലയിൽ വച്ചാണ് ഈ ഹൈ പ്രൊഫൈൽ ഓപ്പറേഷൻ നടന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. ടിഫാനി എന്ന മറ്റൊരു ഇറാനിയൻ എണ്ണ ടാങ്കർ അമേരിക്ക ഇതിനു മുമ്പ് പിടികൂടിയിരുന്നു. അതേ മേഖലയിൽ നിന്ന് തന്നെയായിരുന്നു ആ കപ്പലും വലയിലാക്കിയത്. അന്ന് ചൈനയിലേക്ക് പോവുകയായിരുന്ന ടിഫാനിയെ പിടിച്ചെടുത്തതും വലിയ വാർത്തയായി മാറിയിരുന്നു. എന്തായാലും ഹോർമൂസ് കടലിടുക്ക് ഒരു പ്രധാന സംഘർഷ ഭൂമിയായി മാറിയിട്ടുണ്ട്. ലോകത്തിലെ എണ്ണവാതക പ്രവാഹത്തിന്റെ 5-1 മറ്റ് ചരക്കുകളും കടന്നുപോയിരുന്ന ഈ കടലിടുക്കിലൂടെ ഇപ്പോൾ വിരലിലെണ്ണാവുന്ന കപ്പലുകളെ കടത്തിവിടുന്നുള്ളൂ. യുദ്ധത്തിനു ശേഷം ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തിൽ ടോൾ ഏർപ്പെടുത്താൻ ഇറാനിയൻ പാർലമെന്റ് ബില്ല് പാസാക്കിയിരുന്നു. ഇനി യുദ്ധത്തിന് മുമ്പത്തെ നിലയിലേക്ക് ഹോർമൂസ് കടലിടുക്ക് മടങ്ങിവരില്ലെന്നും ഇറാൻ ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മാർച്ച് 30-നാണ് പാർലമെന്റിന്റെ സുരക്ഷാ കമ്മിറ്റി ടോൾ ഏർപ്പെടുത്താനുള്ള പദ്ധതികൾക്ക് അംഗീകാരം നൽകിയത്. എന്നാൽ ഈ നിർദ്ദേശത്തിൽ അവസാന പാർലമെന്റ് സമ്മേളനത്തിൽ വോട്ടെടുപ്പ് നടന്നോ എന്നത് വ്യക്തമല്ല. എന്നാൽ കഴിഞ്ഞ ദിവസം മുതൽ നിയന്ത്രണങ്ങൾ മറികടക്കുന്ന കപ്പലുകൾ പിടിച്ചെടുക്കാൻ ഇറാൻ ആരംഭിച്ചിട്ടുണ്ട്. ബ്രിട്ടൻ, ഫ്രാൻസ് തുടങ്ങി 30-ലധികം രാജ്യങ്ങൾ ഹോർമൂസിലൂടെയുള്ള ഗതാഗതം സംരക്ഷിക്കാൻ ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. അതേസമയം ഹോർമൂസ് കടലിടുക്കിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയതിന് തിരിച്ചടിയായി US ഇറാനുമേൽ നാവിക ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇറാനിയൻ തുറമുഖങ്ങളെ ലക്ഷ്യമിട്ട് US നടത്തിവരുന്ന ഉപരോധം ഇറാന്റെ എണ്ണ ഉൽപ്പാദനത്തെയും ബാധിച്ചിട്ടുണ്ട്.